അടുത്ത വാർത്തയിലേക്ക് പോയാൽ കൊല്ലം ചവറയിൽ ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനമേറ്റു. ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. 3-അംഗ സംഘമാണ് ഹോട്ടലിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പരിക്കേറ്റ ഹോട്ടൽ ഉടമ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വി ജയശങ്കറുടെ വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, മർദ്ദിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് പൈസ ചോദിച്ചാൽ അതിനും അടിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയും വഴക്കുമാണ്. ഇതിപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ച പോലീസ്? അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഈ സമയത്ത് 10-10:30 സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ചവറ ശങ്കരമംഗലത്തെ ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവം. ഹോട്ടലിൽ 3 യുവാക്കൾ എത്തുന്നു. അവർ ഹോട്ടലിൽ ഇരുന്ന് മൃഷ്ടാനം ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ബില്ലിംഗ് കൗണ്ടറിൽ എത്തുന്നു. ബില്ലുമായി കൗണ്ടറിൽ എത്തുന്നു. എന്നിട്ട് പറയുന്നു തങ്ങളുടെ കയ്യിൽ അടയ്ക്കാൻ പണമില്ലെന്ന് പറയുന്നു. പിന്നാലെ മുതലാളി എവിടെയെന്ന്, ഈ കടയുടെ ഉടമ എവിടെയെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ഉടമ, ഈ വെയിറ്ററും അല്ലെങ്കിൽ മറ്റു ജീവനക്കാർ ഉടമയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഉടമയുമായി ഹോട്ടലിന് പുറത്തെത്തി എന്തൊക്കെയോ വാക്കുതർക്കം ഉണ്ടാകുന്നു. പിന്നാലെ ഇദ്ദേഹത്തെ മർദ്ദിക്കുകയാണ്. മർദ്ദിക്കുക മാത്രമല്ല, അവിടെ വെച്ച് തെറിവിളിയും ഈ 3 യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ 3 പേരുടെ പേരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഈ ഹോട്ടൽ ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അധികം വൈകാതെ കേസെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹോട്ടൽ ഉടമ നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ മർദ്ദനം എന്നാണ് ഹോട്ടൽ ഉടമയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചു, പക്ഷേ പണമില്ല എന്ന് പറഞ്ഞു. പണമില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എന്തൊക്കെയോ അവിടെ ഒരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അത് മർദ്ദനമാവുകയും ചെയ്തത്. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ്, സൗജന്യമായി കൊടുക്കാൻ ശേഷിയുള്ള വ്യക്തിയൊക്കെ തന്നെയാണ് ഈ ഹോട്ടൽ ഉടമ. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വലിയ അതിക്രമം, വലിയ മർദ്ദനം, ആ ഹോട്ടൽ ഉടമയ്ക്ക് നേരെ വലിയ മർദ്ദനം ഈ 3 യുവാക്കൾ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ 3 പേരെ ഇനി പോലീസ് കേസൊക്കെ എടുത്ത് വിളിച്ചു വരുത്തിയാലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതലൊരു ചിത്രം തെളിയുക. എന്തായാലും അവിടെ ഹോട്ടലിന്റെ പുറത്ത് ഗംഭീരമായിട്ടുള്ള ഒരു ചെറിയ അടി എന്തായാലും നടന്നു. അടിക്ക് കാരണം ഭക്ഷണം കഴിച്ചതിന്റെ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ശരി, വി ജയശങ്കറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകി.